ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിൻ്റെ നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ ഒന്ന് ലൈക്കും ഹൈപ്പും ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ നിധിയും സുധീഷൊക്കെ പോലീസ് സ്റ്റേഷനിലാണ്. നിധിനെ ബ്രെയിൻ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നിധിയുടെ അച്ഛനും ആങ്ങളെയൊക്കെ എത്തിയിട്ടുണ്ട്. അങ്ങനെ നിധിനെ മാറ്റി നിർത്തിയിട്ട് നിധിയുടെ ആങ്ങളെയും നിധിയുടെ അച്ഛനും കൂടി സംസാരിക്കുകയാണ് നിധിയോട് കേട്ടോ. അപ്പോഴും നിധിക്ക് പറയാനുള്ളതൊന്നും അവർ കേൾക്കുന്നില്ല. നിധി എന്തുകൊണ്ടാണ് ഇറങ്ങിപ്പോകുന്നത് എന്ന് അവൾക്ക് പറയാനുള്ളതൊന്നും അവർ കേൾക്കുന്നില്ല കേട്ടോ. അവരുടെ വിഷമങ്ങൾ, അവർക്ക് ഉണ്ടാകുന്ന പേര് ദോഷം, ചീത്തപ്പേര്, അതിനെക്കുറിച്ചിട്ടൊക്കെയാണ് അവരിങ്ങനെ നിധിയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇത്രയൊക്കെ നിനക്ക് ചെയ്തു തന്നിട്ടും നിനക്ക് ഒരു കുറവും ഞാൻ വരുത്തിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഇത്രയൊക്കെ നിനക്ക് ചെയ്തു തന്നിട്ടും നീ അവൻ്റെ കൂടെ എന്തിന് ഇറങ്ങി വന്നു? നിനക്ക് അവനെ എന്ന് തൊട്ട് പരിചയം ഉണ്ടായിരുന്നു? നീ വേണം വിചാരിച്ചത് അല്ലെങ്കിൽ നീ കരുതി കൂട്ടി ചെയ്തതല്ലേ ഇതൊക്കെ? ഇവനോടുള്ള ഇഷ്ടം കൊണ്ടാണ് അപ്പോൾ നീ സൂര്യയായിട്ടുള്ള വിവാഹത്തിന് സമ്മതിക്കാതിരുന്നതല്ലേ? ഞാൻ അപ്പോഴും വിചാരിച്ചു, നീ എന്തുകൊണ്ടാണ് ഈ വിവാഹം വേണ്ട വേണ്ട എന്ന് പറയുന്നത് എന്നൊക്കെ ഞാൻ പലവട്ടം ആലോചിച്ചതാണ്. ഇത്രയും നല്ലൊരു പയ്യനെ നീ എന്തുകൊണ്ട് വേണ്ട വേണ്ട എന്ന് പറയുന്നത് എന്ന് ഞാൻ പല പ്രാവശ്യം ആലോചിച്ചതായിരുന്നു. അപ്പോൾ നിൻ്റെ മനസ്സിൽ ഇവൻ ഉണ്ടായിരുന്നതുകൊണ്ടാണ് നീ സൂര്യനെ വേണ്ടാന്ന് പറഞ്ഞിരുന്നതല്ലേ എന്നൊക്കെ നിധിയുടെ അച്ഛൻ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ നിധി പറയുന്നുണ്ട്, എനിക്ക് സൂര്യനെ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ്. അയാളോട് ഒരു നിമിഷം, ഒരു 10 നിമിഷം, അയാളുടെ കൂടെ ഒരു 10 നിമിഷം പോലും എനിക്ക് ജീവിക്കാൻ പറ്റില്ല വെച്ചാൽ പിന്നെ ഞാൻ എങ്ങനെ അയാളുടെ കൂടെ താമസിക്കും? ഞാൻ എത്ര വട്ടം നിങ്ങളോട് മാറി മാറി അതൊക്കെ പറഞ്ഞതാണ്, നിങ്ങൾ ആരും അത് മനസ്സിലാക്കിയില്ല. അയാളൊരു സൈക്കോ ആണ്, എനിക്ക് അയാളുടെ കൂടെ ജീവിക്കാനേ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ വീട് വിട്ട് ഇറങ്ങി വന്നത്. അല്ലാതെ അയാളുമായിട്ട്, സുധീഷുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല എന്നൊക്കെ നിധി പറയാൻ നോക്കുന്നുണ്ട് ട്ടോ. പക്ഷെ അതൊന്നും കേൾക്കാനോ അല്ലെങ്കിൽ അതൊന്നും മനസ്സിലാക്കാനോ അപ്പോഴും നിധിയുടെ അച്ഛനും ആങ്ങളെയും തയ്യാറായിരുന്നില്ല കേട്ടോ. അവർ നിധിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോഴും പറയുന്നുണ്ട്, നിധി നീ വീട്ടിലേക്ക് തിരിച്ചു വായോ, ഇനി നാട്ടുകാരൊക്കെ അറിയുന്നതിന് മുന്നേ നമുക്ക് നിശ്ചയം നടത്തണം എന്നൊക്കെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിധി പറയുന്നുണ്ട്, എന്താ ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലാക്കാത്തത്? എനിക്ക് ആ കല്യാണത്തിനോട് താല്പര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിധിയുടെ അച്ഛൻ പറയുന്നുണ്ട് കേട്ടോ, ഞാൻ എങ്ങനെ നിന്നെ വളർത്തിയതാണ്, നിനക്ക് ഒരു കുറവ് ഞാൻ വരുത്തിയിട്ടില്ലല്ലോ. നിധി നീ ഇന്ന് ഞങ്ങളുടെ കൂടെ വന്നില്ലെങ്കിൽ പിന്നെ നിന്നെ ഒരിക്കലും ഞങ്ങൾ വിളിക്കാനോ നിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാനോ ഞങ്ങൾ വരില്ല എന്നൊക്കെ പറഞ്ഞ് അവളെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോഴും പോകാനൊന്നും നിധി തയ്യാറാവുന്നില്ല കേട്ടോ. അപ്പോൾ നിധിയുടെ അച്ഛൻ പറയുന്നുണ്ട്, നീ എന്താ ഞങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കാത്തത്? അവിടെ ബന്ധുക്കളൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ തന്നെ കുറച്ച് പേരൊക്കെ അറിഞ്ഞിട്ടുണ്ട് നീ ഡ്രൈവറുടെ കൂടെ ഒളിച്ചോടി പോയിന്ന്. ആ പേരുദോഷം കൊണ്ടല്ലേ ഞങ്ങൾ ഇനി ജീവിക്കുന്നത്. ഇത്രയും കാലം നിൻ്റെ അച്ഛനോട് നാട്ടിലുള്ളവർക്കൊക്കെ ഒരു ബഹുമാനം ഉണ്ടായിരുന്നു. എൻ്റെ മുന്നിൽ തല കുനിക്കാത്ത ആളായിരുന്നു ഞാൻ. ഇനിയിപ്പോൾ ഞാൻ തല കുനിച്ച് നടക്കണ്ടേ? ഇനി എല്ലാവരും എന്നെ വിളിക്കുക, ആ ഡ്രൈവറുടെ കൂടെ ഒളിച്ചോടിപ്പോയ പെണ്ണിൻ്റെ തന്തയാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും എന്നെ വിളിക്കുക. അങ്ങനെ ഒരു മാനക്കേട് നീ എനിക്ക് വാങ്ങി തന്നില്ലേ? ഇതിനാണോ ഞാൻ നിന്നെ ഇത്രയും സ്നേഹിച്ച് വളർത്തി വലുതാക്കിയത്? ഞാൻ നിൻ്റെ നല്ലത് മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനൊരു കല്യാണം വരെ നിനക്ക് ഏർപ്പാടാക്കി തന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിധി പറയുന്നുണ്ട്, എനിക്ക് ആ കല്യാണം വേണ്ട അച്ഛാ. ഞാൻ അച്ഛൻ്റെ കൂടെ വരില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ അച്ഛൻ്റെ കൂടെ വരാം. പക്ഷെ അച്ഛനും അരുണേട്ടനും എനിക്കൊരു വാക്ക് തരണം. ആ കല്യാണം നടത്തില്ല എന്നുള്ള വാക്ക് എനിക്ക് തരണം. അല്ലാതെ ഞാൻ നിങ്ങളുടെ കൂടെ വരില്ല എന്ന് നിധി ഉറപ്പിച്ച് പറയുന്നുണ്ട് കേട്ടോ. എനിക്ക് ആ കല്യാണത്തിനോട് താല്പര്യമില്ല. സൂര്യയുടെ മുന്നിൽ വെച്ച്, ഇവിടെ ഈ സ്റ്റേഷനിൽ വെച്ചിട്ട് അച്ഛനും അരുണേട്ടനും എനിക്ക് വാക്ക് തരണം, ആ കല്യാണം നടക്കില്ല എന്ന്. എന്നാൽ മാത്രമാണ് ഞാൻ നിങ്ങളുടെ കൂടെ വരുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരതിനൊട്ടും താല്പര്യം കാണിക്കുന്നില്ല, അവർ സമ്മതിക്കുന്നില്ല. പിന്നീട് നിധിയോട് ദേഷ്യപ്പെടാനാണ് നിധിയുടെ അച്ഛൻ തുടങ്ങുന്നത്. അതുവരെ കുറച്ച് മയത്തിലാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ തുടങ്ങി. ഇനി എൻ്റെ മകളാണെന്ന് വെച്ചാൽ നിന്നെ എനിക്കിവിടുന്ന് കൊണ്ടുപോകാനും അറിയും, ഞാൻ നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും. ഈ കല്യാണം ഞാൻ തീരുമാനിച്ച പോലെ തന്നെ നാളെ നടക്കുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ സുധീഷ് പോലീസുകാരനോട് സംസാരിച്ച് നിൽക്കുന്നതാണ് കേട്ടോ, എസ് ഐനോടൊക്കെ. അപ്പോൾ എസ് ഐ പറയുന്നുണ്ട്, അപ്പോൾ ഇത് ശരിക്കും ഇതാണ് പ്രശ്നമല്ലേ? അപ്പോൾ നീ ശരിക്കും അവളെ, നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായതുകൊണ്ടാണ് ഒളിച്ചോടി വന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ സുധീഷ് ഒന്നും ഇഷ്ടമല്ലാന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാരണം കൊണ്ടാണെന്ന് തുറന്ന് പറയാതെ ഒരു ഇതിലും ഇഷ്ടത്തിലല്ലാന്നും അല്ല ഇഷ്ടത്തിലാണെന്നും അല്ലാത്ത രീതിയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, സാർ അവളെ, നിധി ഒരു പാവമാണ്, അവരുടെ കൂടെ വിട്ടയക്കരുത്. അവനൊരു സൈക്കോ ആണ്. ഒന്നെങ്കിൽ അവളെ എന്തെങ്കിലും അവർ ചെയ്യും, അല്ലെങ്കിൽ അവനെ കൊണ്ട് തന്നെ കെട്ടിക്കും. പിന്നെ അവൾ അവനെ സഹിക്കാൻ പറ്റാതെ മരിക്കുക ചെയ്യും. അതുകൊണ്ടാണ് അവളെ അവരുടെ കൂടെ വിടരുതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പോലീസുകാരൻ പറയുന്നുണ്ട്, അവൾ ഇനിയിപ്പോൾ അച്ഛനോടുള്ള സംസാരം കഴിഞ്ഞ് വന്നിട്ട് അവൾക്ക് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവളുടെ തീരുമാനമാണ് ഇവിടെ വലുത്. അവൾ അച്ഛൻ്റെ കൂടെ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ പേരിൽ ഞങ്ങൾക്ക് കേസ് എടുക്കേണ്ടി വരും എന്ന് പറയാൻ കേട്ടോ. ആ പെൺകുട്ടീനെ കടത്തിക്കൊണ്ട് വന്നതിന് നിൻ്റെ പേരിൽ ഞങ്ങൾക്ക് കേസ് എടുക്കേണ്ടി വരും. അപ്പോൾ കേസ് നേരെ തിരിയെന്ന് പറയുമ്പോൾ സുധീഷിനൊരു ചെറിയ പേടി ഉണ്ടാവുന്നുണ്ട് കേട്ടോ.
അല്ല അങ്ങനെ നിധി പറയില്ല എന്ന് സുധീഷ് പറയുമ്പോൾ ഒന്നും പറയാൻ പറ്റില്ല മോനെ. അച്ഛനും വീട്ടുകാരും പറയുന്നത് അവൾ കേട്ട് കഴിഞ്ഞ് നിനക്കെതിരെ ഞങ്ങൾക്ക് കേസ് എടുത്തേ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും നീ ഇപ്പോൾ കുറച്ച് നേരം അവിടെ മാറിയിരിക്കും, ഞങ്ങളൊന്ന് അവരെന്തായാലും പോയി സംസാരിച്ചിട്ട് വരട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം എന്ന് പറഞ്ഞിട്ട് സുധീഷിനാണ് മാറ്റിയിരുത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ മാറ്റിയിരിക്കുന്ന സമയത്താണ് അവിടേക്ക് സൂര്യ വന്നിട്ട് സുധീഷിനോട് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. നിനക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടാണ് ഞാൻ കല്യാണം ഉറപ്പിച്ച് പെണ്ണിനെ പോയി സ്നേഹിക്കാനും അവളെ കടത്തി കൊണ്ടുപോകാനും എന്ത് ധൈര്യം ഉണ്ടായിട്ടാണ് നീ അത് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോൾ സുധീഷ് പറയുന്നുണ്ട് കേട്ടോ, ഞാൻ അവളെ സ്നേഹിച്ചിട്ടൊന്നുമില്ല, ഞാൻ അവളെ കടത്തി കൊണ്ടുപോയതൊന്നല്ല, നിന്നെ കെട്ടാനുള്ള പേടിയുണ്ട്, നിന്നെ കെട്ടാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അവൾ സ്വമനസ്സാൽ ഇറങ്ങി വന്നതാണെന്ന് പറയാൻ കേട്ടോ. ആയിക്കോട്ടെ എന്നാൽ കാണാലോ, അവളെ ഞാൻ തന്നെ കിട്ടും, ഇവിടുന്ന് ഞാൻ അവളെ പിടിച്ച് വലിച്ച് കൊണ്ടുപോയിട്ടാണെച്ചാലും അവളെ ഞാൻ തന്നെ കല്യാണം കഴിക്കും, അത് കഴിഞ്ഞിട്ട് അവൾക്കുള്ളത് ഞാൻ കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട് കാണാം, എന്തായാലും നിധീനെ എനിക്ക് കിട്ടിയില്ലെങ്കിലും നിനക്ക് കിട്ടിയില്ല, നിനക്ക് കിട്ടില്ല എന്ന് ഉറപ്പാണ്, നീയും അവളുമായിട്ടുള്ള കല്യാണം നടത്തിക്കില്ല ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് നിധിനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ആ നിധിനെ എനിക്ക് കിട്ടിയില്ലെങ്കിലും ആ നിധിനെ നിനക്ക് കിട്ടാതിരിക്കാനുള്ള എല്ലാ വഴികളും ഞാൻ നോക്കുമെന്ന് സുധീഷും ഭീഷണിപ്പെടുത്തുന്നു കേട്ടോ. അത് കേൾക്കുമ്പോൾ ഇവന് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. രണ്ടുപേരും കൂടി അങ്ങോട്ട് ഇങ്ങോട്ട് തല്ലുകൂടാനൊക്കെ പോകുമ്പോഴേക്കും പോലീസുകാർ പിടിച്ചു മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വെച്ചാൽ നിധിയും നിധിയുടെ അച്ഛനും കൂടി സംസാരിക്കുന്ന ഇടയിലേക്ക് പെട്ടെന്ന് സൂര്യ ദേഷ്യം വന്നിട്ട് കടന്നു വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നത്, എന്താ അങ്കിൾ ഇത്ര നേരം, അവിടുന്ന് അമ്മ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, ഞാൻ എന്താ അവരോടൊക്കെ പറയുന്നുണ്ട്, മതി ഇവളെ വിളിച്ചിട്ട് നമുക്ക് പോവാം, എന്താ അത്ര സംസാരിക്കാനുള്ളത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇനി ഇവളോട് സംസാരിച്ചിട്ട് എന്താ കാര്യം, എന്തായാലും എനിക്ക് കല്യാണം നടക്കുന്ന വേണം എന്നൊക്കെ പറഞ്ഞിട്ട് വാശി പിടിച്ചിട്ട് ബഹളം വയ്ക്കുന്ന സൂര്യനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അരുണ് വേഗം സൂര്യനെ മാറ്റി നിർത്തുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് പോലീസ് വീണ്ടും ഇവരെ വിളിച്ചു വരുത്തുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ തീരുമാനം എന്നൊക്കെ ചോദിക്കുമ്പോൾ നിധി പറയുന്നുണ്ട് എനിക്ക് പോവാൻ താല്പര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിധിയുടെ അച്ഛൻ പറയുന്നുണ്ട് നിധി മര്യാദയ്ക്ക് നീ വന്നോ എന്നൊക്കെ പറഞ്ഞ് കൈ പിടിച്ച് വലിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇതിന്റെ ഇടയിൽ സൂര്യ വന്നിട്ട് നിധിനെ തല്ലാനൊക്കെ നോക്കുമ്പോൾ സുധീഷ് ഇടയിൽ കയറി എന്നിട്ട് സൂര്യനെ തള്ളിയിടുന്നുണ്ട് കേട്ടോ. ആ തള്ളിയിട്ടതും നിധിയുടെ അച്ഛന് ദേഷ്യം വരുന്നുണ്ട്. നിധിയുടെ അച്ഛൻ വന്നിട്ട് വേഗം സുധീഷിന്റെ കരണത്തേക്ക് നോക്കിയിട്ട് ഒന്ന് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിധി പറയുന്നുണ്ട് എന്താ അച്ഛൻ കാണിക്കുന്നത്, അച്ഛൻ തല്ലരുതെന്നൊക്കെ പറയുമ്പോൾ നിധിയുടെ അച്ഛൻ പറയുന്നുണ്ട് ഓ അവന് തൊട്ടപ്പോൾ നിനക്ക് നൊന്തൂലേ, അപ്പോൾ ഇവരൊക്കെ പറയുന്നത് സത്യമാണ്, നീ വേണിച്ചിട്ട് അവന്റെ കൂടെ ഒളിച്ചോടി വന്നത് തന്നെയാണല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പോലീസുകാർ ഒരു തീരുമാനത്തിലെത്താണ് കേട്ടോ. നിധി എന്തായാലും പോവാൻ തയ്യാറല്ലാത്തതുകൊണ്ട് തന്നെ ഇവർ പ്രേമിച്ച് ഒളിച്ചോടി വന്നതാണെന്നുള്ളൊരു അസംഷനിക്ക് ആ ഒരു രീതിയിലേക്ക് പോലീസുകാർ എത്തുന്നതുകൊണ്ട് തന്നെ പോലീസുകാർ അവിടെ വെച്ച് തന്നെ ആ പോലീസ് സ്റ്റേഷനിൽ ഇവരുടെ നിധിയുടെ അച്ഛൻ്റെയും സൂര്യയുടെയും ആങ്ങളുടെ അരുണിൻ്റെയൊക്കെ മുന്നിൽ വെച്ച് തന്നെ നിധിയുടെയും സുധീഷിൻ്റെയും കല്യാണം നടത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. മാലയ്ക്ക് കൊണ്ടുവന്നിട്ട് നിധിയുടെയും സുധീഷിൻ്റെയും കല്യാണം അവിടെ തന്നെ വെച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് നിധി എനിക്ക് ഇങ്ങനെ ഒരു മകളില്ല എന്ന് പറഞ്ഞിട്ട് വിഷമിച്ചിട്ടാണ് നിധിയുടെ അച്ഛൻ ഇറങ്ങി പോവാട്ടോ. അപ്പോൾ നല്ലൊരു കരിയർ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നല്ലൊരു ജോലിയൊക്കെ കിട്ടി നല്ലൊരു ജോലിയൊക്കെ നേടാൻ വേണ്ടിയിട്ട് ഒരു കല്യാണത്തിൽ നിന്ന് ഒളിച്ചോടിയിട്ട് നിധി എത്തിയിരിക്കുന്നത് മറ്റൊരു കല്യാണത്തിലേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ വെച്ച് തന്നെ സുധീഷും നിധിയായിട്ടുള്ള കല്യാണം നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കല്യാണം നടത്താമെന്നൊക്കെ പോലീസുകാർ പറയുമ്പോൾ നിധി സുധീഷിനെ നോക്കുന്നുണ്ട്. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട് അതൊന്നും കാര്യമാക്കണ്ട, ഒരു ബൊമ്മ കല്യാണം പോലെ ഒരു തട്ടിക്കൂട്ട് കല്യാണം അല്ലെങ്കിൽ ഒരു തമാശയായിട്ട് കണ്ടാൽ മതി, ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ തനിക്ക് തൻ്റെ ഇഷ്ടത്തിന് പോവാലോ എന്നൊക്കെ പറഞ്ഞ് നിധിനെ സമ്മതിപ്പിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ് ഈ കല്യാണത്തിന് നിധി സമ്മതിക്കുക. അങ്ങനെ അവരുടെ കല്യാണം നടക്കുന്നുണ്ട്. ഒരു വിഷമത്തിൽ നിധിയുടെ അച്ഛൻ ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിധിക്ക് വിഷമം സഹിക്കാൻ പറ്റുന്നില്ല. തൻ്റെ അച്ഛന് അതൊരു വല്ലാത്ത അപമാനമായി താൻ കാരണം വല്ലാത്തൊരു അപമാനം ഉണ്ടായി എന്നൊക്കെ ആലോചിക്കാൻ നിധിക്ക് വിഷമമുണ്ട്. പക്ഷെ അങ്ങനെ ഒരു സൈക്കോനെ കല്യാണം കഴിക്കാൻ നിധിക്ക് തീരെ താല്പര്യമില്ല കേട്ടോ. തൻ്റെ വീട്ടുകാർ തന്നെ നിധിനെ മനസ്സിലാക്കുന്നില്ല എന്നുള്ള വിഷമമൊക്കെ നിധിക്കുണ്ട് കേട്ടോ. അപ്പോൾ നാളത്തെ എപ്പിസോഡിൽ എന്തായാലും നിധിയും സുധീഷും തമ്മിലുള്ള വിവാഹം നടക്കുന്നുണ്ട്. സുധീഷിന് കുറേ അടിയൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അരുണിൻ്റെ കയ്യിൽ നിന്നും കിട്ടുന്നുണ്ട്, സൂര്യയുടെ കയ്യിൽ നിന്നും നിധിയുടെ അച്ഛൻ്റെ കയ്യിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ട്. അതൊക്കെ നിധിക്ക് വിഷമാവുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ നിധി കാരണമാണല്ലോ അയാൾക്ക് ഇതൊക്കെ ഏറ്റുവാങ്ങേണ്ടി വരുന്നത് എന്നൊക്കെ. പക്ഷെ സുധീഷിൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ നിധിക്ക് അറിയില്ലല്ലോ. അവസാനമാണ് താൻ പെട്ടുപോയതാണെന്ന് നിധിക്ക് മനസ്സിലാവുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്